السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ തന്നെ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാകുമ്പോൾ പാപങ്ങൾ കഴുകിക്കളയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളി നൽകിയിട്ടുള്ള ഈ റമദാനിലൂടെയാകുമ്പോൾ അതിന് വല്ലാത്തൊരു ഇരട്ടി മധുരം കൂടിയുണ്ട്. തൗബയുമായി ബന്ധപ്പെട്ട് പാപമോചനവുമായി ബന്ധപ്പെട്ട് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പലയിടങ്ങളിൽ കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തഹരീമിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിക്കൊണ്ട് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈക്കൊണ്ട് മടങ്ങുക അള്ളാഹുവിലേക്ക്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലൂടെ വിശ്വാസികളോട് പ്രത്യേകം, അതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം എടുത്തുകൊണ്ട് അവരവരുടെ കണ്ണുകളെ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുവാനും ഒക്കെ പറഞ്ഞ് നിർദ്ദേശത്തിൻ്റെ ഒടുക്കം ആ ആയത്തിൻ്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ വിളിച്ചിട്ട് പറയാം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ എന്ത് ചെയ്യും? വിജയിക്കും. അപ്പോൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ വിജയം നേടാൻ സാധിക്കുമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുക. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. തൗബ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പലയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യനാണെങ്കിൽ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരികയും ചെയ്യും, അതിന് നിരാശ വേണ്ടെന്ന് വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് അതിക്രമം കാണിച്ചിട്ടുള്ള എൻ്റെ അടിയാന്മാരോട്, എൻ്റെ അടിമകളോട്, പ്രവാചകരെ നീ പറഞ്ഞുകൊള്ളുക, നിങ്ങൾ അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നിരാശരാകേണ്ടതില്ല. ഞാൻ ഈ ആഴ്ചകളൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, തൗബ ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ റമദാനിൽ, ഒരു റമദാന് ജീവിതത്തിൽ കടന്നു കിട്ടിയിട്ട് തൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈമ അൻഫുംരിഇൻ, അവന് നാശമടയട്ടെ എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. അത്രയും ഗൗരവത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഒരു റമദാനിൻ്റെ പകുതി നമ്മിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ 17ാമത്തെ രാവിൻ്റെ ആ ഒരു ഖിയാമുൽ തറാവീഹ് നമസ്കരിച്ച് ഇരിക്കുകയാണ് നമ്മൾ. യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിക്കൊണ്ട് തൻ്റെ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ ഇന്ന തെറ്റുകൾ ഇന്ന സാഹചര്യങ്ങളിൽ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ എന്നുള്ള, ഞാൻ നിന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള തൗബയുടെ സ്വരങ്ങൾ, പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ തൗബ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ബാധ്യതയായിട്ടുള്ള ഒന്ന്. റമദാനിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പുകളിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ആ പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങളാണ്. പ്രത്യേകിച്ച് വൻപാപങ്ങളാണ് കടന്നു വന്നത് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുക തന്നെ വേണം. അത് കൃത്യമായിട്ട് എങ്ങനെ വേണം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ആ ചെയ്ത തെറ്റിൽ നമുക്ക് ഖേദമുണ്ടാകണം. എൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് എന്നുള്ള മനസ്സിന് വല്ലാത്തൊരു ഖേദം കടന്നു വരണം. 2, ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്നുള്ള പരിപൂർണമായിട്ടുള്ള മനസ്സുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ തെറ്റിലേക്ക് പിന്നെ പോകാത്ത രൂപത്തിലായിക്കൊണ്ട് അള്ളാഹിനോട് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. ഇനി അതല്ല, മറ്റൊരാളോടും കൂടിയുള്ള ഹക്കുകൾ വീട്ടാനുള്ളതാണെങ്കിലോ ആ ഹക്കും കൂടി വീട്ടണം. ആരോടെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള വാക്കുകളോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലൂടെയോ പ്രയാസപ്പെടുത്തിയതുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് കണ്ട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം.
ഇതൊക്കെ തൗബയുടെ ഷർത്തുകളായിട്ട് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൃത്യമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോട് കൂടിയിട്ട് അള്ളാഹുവിനോട് തൗബ നടത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ റമദാന് കൊണ്ട് നേട്ടം കൈവരിച്ചവർ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ എന്ന ഈ സുവർണാവസരം 1000 മാസത്തേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു രാവ് കടന്നു വരുന്ന ദിനരാത്രങ്ങൾ നമ്മിലേക്ക് അടുത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ റമദാനിന് വേണ്ടിയിട്ട് മുൻ സലഫുകളൊക്കെയും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് റജബ് മുതൽ തയ്യാറാവും. റജബ് മുതൽ അവർ വിത്തിറക്കും. അത് കഴിഞ്ഞ് ഷാബാനിലേക്ക് കടക്കുമ്പോഴോ ആ വിത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപോഷിപ്പിക്കും. എന്നിട്ട് റമദാനിൽ അത് കൊയ്തെടുക്കുന്ന മാസമാണ്. നമ്മളിപ്പോഴും ഒരു പക്ഷേ അമലുകൾ അതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ രൂപത്തിൽ നട്ട് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ മാത്രമേ എപ്പോഴും എത്തിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നന്മകളിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ഉള്ള അവസരങ്ങളെ, ഇബാദത്തുകൾക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും കഴിവിൻ്റെ പരമാവധി, അത് വാക്കാലുള്ളതാകട്ടെ പ്രവർത്തനങ്ങളിലൂടെയുള്ളതാകട്ടെ മനസ്സുകൊണ്ടുള്ള അള്ളാഹുവെക്കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള സ്മരണകളിലൂടെയാകട്ടെ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൗബ മനസ്സറിഞ്ഞുകൊണ്ട് നടത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചിലതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും തവ്വാബും റഹ്മാനും റഹീമുമായ അള്ളാഹ് ഞങ്ങൾക്ക് ഏവർക്കും വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാകണേ. അള്ളാഹുവേ, നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ പ്രിയപ്പെട്ടവരോടൊത്ത് ഒരുമിച്ച് കൂടുവാനുള്ള മഹത്തായ സൗഭാഗ്യം അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണം. റമദാനിൻ്റെ തുടർന്ന് വരുന്ന ദിനരാത്രങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, ധന്യമാക്കാൻ, ഇബാദത്തുകളെ കൊണ്ട് മുന്നേറാൻ, ആത്മാർത്ഥമായിട്ടുള്ള തൗബ ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹ്മനാ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.